അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ദുറൂസുൽ ഇസ്ലാം 2 എന്ന് പറഞ്ഞാൽ 1ാം ഭാഗത്തിലെ 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. 1ാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താൻ 10 വയസ്സുള്ളപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു. ആരാണത്? ആൻസർ അലി റളിയല്ലാഹു അൻഹു. 2 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഹന്തമയാണ്. 3 വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 82. 4 ഷഫീഉൻ എന്നതിൻ്റെ അർത്ഥം എന്താ? ശുപാർശകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 5 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ മറവ് ചെയ്ത സ്ഥലം എവിടെയാണ് മറവ് ചെയ്തത്? ആൻസർ കൂഫയിലാണ്. 6 തീനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവർ ആരാ? ആൻസർ ജിന്നുകളാണ് തീനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇനി 2ാമത്തെ ചേരുമ്പടി ചേർക്കുക. 7 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ കലാപത്തിൻ്റെ സൂത്രധാരൻ. ആൻസർ ബി ആണ്, ഇബ്നു സബ. 8 മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഫത യുവാവ് അത് ആരായിരുന്നു? ആൻസർ ഡി, യൂഷ ഇബ്നു നൂൻ. 9 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ആരാണ്? ആൻസർ ഇ, അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. 10 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. ആൻസർ സി ആണ്, അബൂ ലുഅ്ലുഅ. 11 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര്. ആൻസർ എ, അസദുല്ല എന്നാണ് അലി റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേര്. ഇനി 3ാമത്തെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12 ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഡാഷിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. ആർക്ക്? ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്. 13 ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ ഡാഷ് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ആര്? പിതൃവ്യൻ ഹക്കമാണ് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. 14 മനുഷ്യരുടെ ഡാഷ് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. മനുഷ്യരുടെ വിജയത്തിന് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. 15 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം ഡാഷ് വർഷവും 6 മാസവുമാണ്. 10 വർഷവും 6 മാസവുമാണ്. 16 ജിന്നുകളിലെ ഡാഷ് ആണ് ശൈത്താന്മാർ. ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താന്മാർ. 17 ഇർതകബതു അലൽ ഖതാ ഡാഷ് വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്. ഗൈറ ഹസ്രിൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. 14 ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 അശ്ലീല ഗാനങ്ങൾ കേൾക്കുന്നതിൻ്റെ വിധി എന്ത്? അശ്ലീല ഗാനങ്ങൾ കേൾക്കുന്നതിൻ്റെ വിധി. ആൻസർ ഹറാമാണ്. 19 മിൻ ഐന ഇൻസല്ലൽ ഹുത്തു. എവിടെ നിന്നാണ് ആ മത്സ്യം കൊട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അത് എവിടെ നിന്നാണ്? ആൻസർ ഇന്ദ സഹ്റത്തി, പാറക്കെട്ടിൻ്റെ ഭാഗത്ത് നിന്ന്. 20 എവിടെ വെച്ചാണ് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടത്? ആൻസർ നഖ്ല എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഖുർആൻ പാരായണം കേട്ടത്. 21 ആവശ്യം എന്നതിൻ്റെ അറബി പദം. ആവശ്യം എന്നതിൻ്റെ അറബി പദം എന്താ? ആൻസർ ഹാജത്ത് എന്നാണ് ആവശ്യം എന്നതിന് അറബിയിൽ പറയാം. 22 എത്യോപ്യയിലേക്ക് ഹിജറ പോയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യ അതാരാ? ആൻസർ റുഖയ്യ റളിയല്ലാഹു അൻഹ. 23 കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ച ഖലീഫ. ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി 5 ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങളിൽ 2 എഴുതുക. 2 ഭരണപ്രവർത്തനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, 2 എഴുതിയാൽ മതി. മുസ്ലിം ഭരണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഹിജറ വർഷ കലണ്ടർ നടപ്പിലാക്കി. 25 കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്. അവയ്ക്ക് എങ്ങനെ നന്ദി ചെയ്യണം? ആൻസർ നന്മയിൽ ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതെയും. 26 അൽ ജുലൂസു ഫി ഹലഖി ദിക്രി ഇബാദത്തുൻ അദീമത്തുൻ. സാരം എഴുതുക. ഇതിൻ്റെ അർത്ഥം എഴുതാനാണ്. ദിക്ർ മജ്ലിസിൽ ഇരിക്കൽ വലിയ പുണ്യമുള്ള ഇബാദത്താണ്. 27 ജുമുഅക്ക് ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ആൻസർ ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. 28 അലി റളിയല്ലാഹു അൻഹു ഏതെല്ലാം നിലകളിൽ പ്രശസ്തനായിരുന്നു? ആൻസർ ധീരയോദ്ധാവ്, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ വിഷയത്തിലെല്ലാം അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു പ്രശസ്തനായിരുന്നു. 29 ഖൈബർ യുദ്ധം നടന്നത് ആര് തമ്മിൽ? ആൻസർ മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ.
30 ഉത്തരാഫ്രിക്കയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരാഫ്രിക്കയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാം എന്നാണ് ആൻസർ. ഖുബ്രുസ് ദ്വീപ്, തൊറാബുൾസ് മുതൽ ത്വഞ്ച വരെയുള്ള പ്രദേശങ്ങളിലാണ്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ പറയുന്നിടത്ത് കാണാം. 31 ഖിയാമത്ത് നാളിൽ എൻ്റെ ഭാരം നീ ചുമക്കുമോ? ആര് ആരോട് ചോദിച്ചു? ആൻസർ ഉമർ റളിയല്ലാഹു അൻഹു ഖാദിമായ അസ്ലമിനോടാണ് ചോദിച്ചത്. ഇനി അടുത്ത 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളത് 32 ഇസ്ലാം സമാധാനത്തിൻ്റെ മതം, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്നാമത്തേത് 99-ാമത്തെ പേജിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം 60-ാമത്തെ പേജിലും കാണാം. അടുത്ത 33-ാമത്തെ ഇജാസുൽ ഖുർആൻ. ഖുർആൻ മുഅ്ജിസത്താണെന്നാണല്ലോ, അതെങ്ങനെയാണ് എവിടെ നോക്കിയാൽ കിട്ടുക? പേജ് 72 നോക്കിയാൽ കാണാൻ കഴിയും. അടുത്തത് ദിക്റു ഹൽക്കയുടെ മഹത്വം. ദിക്റു ഹൽക്കയുടെ മഹത്വത്തെക്കുറിച്ച് എഴുതാനാണ്. 67, 68 പേജ് നോക്കിയാൽ അത് കാണാൻ കഴിയും. ഇതിൽ 2-ൽ 1 ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ രൂപത്തിലാണ് 2025 നമ്മുടെ ദുറൂസുൽ ഇസ്ലാമിലെ 11-ാമത്തെ പാഠം മുതൽ 20-ാമത്തെ പാഠം വരെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.